നമസ്കാരം. ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് ഏതൊരു ബിസിനസ്സുകാരനും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ്? ഫണ്ടിങ് കണ്ടെത്തുന്നതിലാണോ, അതോ ബിസിനസ് ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നതിലാണോ, മാർക്കറ്റിങ്ങിലാണോ? പക്ഷേ ഇതിനെല്ലാത്തിനും മുമ്പ്, അതെല്ലാം പ്രതിസന്ധികൾ തന്നെയാണ്, അതെല്ലാം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ഭാഗങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനെല്ലാത്തിനും മുമ്പ് ഈ ബിസിനസ്സിൻ്റെ പേര് നിശ്ചയിക്കുന്നതിലാണ്. അത് എത്ര പേര് നോക്കിക്കഴിഞ്ഞാലും ഒരു ഇഷ്ടം തോന്നുന്നില്ല ആ പേരിനോട്. എന്തായിരിക്കും അതിനുള്ള റീസൺ? അതെങ്ങനെ പരിഹരിക്കാം? രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. രണ്ടിനും കൂടെ നമ്മൾ ഒരു ഉത്തരവായിരിക്കും നൽകാനായിട്ട് പോകുന്നത്. ജീവൻ, എന്തായിരിക്കും നമ്മുടെ സംരംഭകർക്ക് പറ്റിയിട്ടുള്ളത്? ഒരു പേരിനോട് ഒരു ഇഷ്ടം തോന്നുന്നില്ല എത്ര നോക്കിയിട്ട്? ഇത് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയാം, എസ്പെഷ്യലി മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കൊക്കെ ഉള്ളൊരു സ്വഭാവം എന്ന് പറയാം, നമുക്ക് എത്ര കിട്ടിയാലും എന്ത് കിട്ടിയാലും പോരാ, സാറ്റിസ്ഫാക്ഷൻ. അതെ അതെ, എനിക്ക് ഇനിയും വേണം, അല്ലെങ്കിൽ ഇതിൽ ഇനി മറ്റൊരു ഓപ്ഷൻ നോക്കി ഇതിലും നല്ലത് കിട്ടിയാലോ. നമ്മൾ ഈ ഇത് തപ്പി പോകുന്നതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക എന്നുള്ളത്, ഇത് ഇനി കൊള്ളില്ലെങ്കിലോ എന്നൊക്കെ ചിന്തിച്ച ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ല നമ്മൾ പൊതുവേ. നമ്മളതെ മറ്റുള്ളവർ കുറ്റം പറയുന്നല്ല, ഒന്നിലും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. നമുക്ക് ഒന്ന് കിട്ടുമ്പോൾ അതിലും മുകളിലുള്ളത് വേണമെന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ ഈ പേരിന്റെ കേസിലും എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിലും നല്ലത് വരും എന്ന് പ്രതീക്ഷയിൽ കാത്തിരിക്കുക. അപ്പോൾ ഒന്ന്, നിങ്ങൾ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എത്ര പേരുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവത്തില്ല. ഈ കാര്യം മനസ്സിൽ ആദ്യം ഉറപ്പിക്കുക, റൈറ്റ്? ഇനി രണ്ടാമത്തേത്, നമ്മുടെ മനസ്സിൽ ഓൾറെഡി കുറേ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പേരുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ പേര് പോലെ തന്നെ ഒരു പേര് വേണമെന്നുള്ളൊരു ആഗ്രഹം, അത് ശരിക്കും പോസിബിൾ ആണോ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞോട്ട് കണക്ട് ചെയ്ത്, അതായത് ഈ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മക്കുള്ള മറ്റൊരു കാരണമാണ് എൻ്റെ മനസ്സിൽ ഒരെണ്ണം ഉണ്ട്. ഇപ്പൊ ചില ആൾക്കാർ പെണ്ണ് കാണാൻ പോകുന്നതൊക്കെ മനസ്സിലൊരു സങ്കല്പത്തിലൊരു കൊച്ചുണ്ട്, ഇതിനെ തേടി നമ്മൾ പോകുന്ന ഒരു ഐഡിയൽ കൊച്ച്. അപ്പൊ അതുപോലെ നമ്മൾ കേട്ട് പഴകിച്ചിട്ടുള്ള ബ്രാൻഡുകൾ, പാനാസോണിക്, ഫിലിപ്സ്, ഒപ്പോ, വിവോ, ഇതൊക്കെ ഭയങ്കര നല്ല രസമല്ലേ പറയാനുള്ള. അപ്പം അത്തരത്തിലുള്ള പേര് നമ്മൾ ചിന്തിക്കും. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരുകളൊക്കെ നമ്മൾ കേട്ട് നമ്മുടെ തലയിൽ രജിസ്റ്റർ ആയിട്ടുള്ള സാധനമാണ്. ഇപ്പം ജസ്റ്റ് ഇമാജിൻ, ഒപ്പോ എന്നുള്ള പേര് നമ്മളൊരു ബ്രാൻഡിൽ ഇടാന്ന് വിളിക്കും, ഒപ്പോ. ഇതുവരെ കേട്ടിട്ടേ ഇല്ല, ഒപ്പോയോ എന്ത് പേരെന്നിരിക്കും. അപ്പൊ അത്തരത്തില് ഉള്ള പേരുകൾ കഴുകുന്ന സമയത്ത് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും. അപ്പൊ നമുക്കറിയാം, നമ്മളെ മനസ്സിലേക്ക് ആ പേര് രജിസ്റ്റർ ആകുന്ന സമയത്ത് ഈ പേര് പറയുമ്പോൾ ആപ്പിൾ എന്നോ, ഓപ്പോ എന്നോ, വിവോ എന്നോ, ഡബിൾ ഹോഴ്സ് എന്നോ പറയുമ്പോൾ ഇതിന്റെ ഒന്നും മീനിങ് അല്ല നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ ഈ ബ്രാൻഡിന്, ആ പ്രൊഡക്റ്റിനെ കുറിച്ചോ ചിന്തിക്കുന്നത്, പ്രൊഡക്റ്റിന്റെ ഒരു ഇമേജ് ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരാനായിട്ടുള്ള കാരണം. ഇത് സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ടൈം കേൾക്കുന്ന സമയത്ത് ഇതെന്ത് ഫോണാണെന്നുള്ളൊരു, ഇപ്പോൾ ഈ ഒരു മൊബൈല് വരുന്നുണ്ടല്ലോ, നത്തിങ് എന്ന് പറയുന്ന ഒരു ഫോണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു മൊബൈൽ കമ്പനി നടത്തുകയാണ്, നത്തിങ് എന്ന് പറയുന്ന പേര് നിങ്ങൾ ചൂസ് ചെയ്യും? ഒരിക്കലും നിങ്ങൾ ചൂസ് ചെയ്യത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ നത്തിങ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഫോണാണ് ഓർമ്മ വരുന്നത്, അല്ലാതെ അതിന്റെ മീനിങ് ഒന്നുമില്ല എന്നുള്ള മീനിങ് അല്ല നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഇതും മനസ്സിൽ ഉറപ്പിക്കുക. ഇലോൺ മസ്കിന്റെ ദ ബോറിംഗ് കമ്പനി എന്ന് പറയുന്നത് അങ്ങനത്തെ പേരുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു പേരിൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് വരത്തില്ല. അത് ഒന്നാമത് അഡ്മിറ്റ് ചെയ്യാം. രണ്ട്, നിങ്ങളുടെ മനസ്സിൽ കുറേ പേരുണ്ട്, ആ പേരുമായി കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതുപോലെ ഒരു പേര് വേണമെന്ന് ആഗ്രഹിക്കുന്നു, അത് നടക്കുന്ന കേസല്ല. കാരണം അതേപോലെ പേര് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾക്ക് ആ പേര് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതുവരെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എന്തെങ്കിലും ട്രേഡ് മാർക്കും പോലുള്ള കാര്യങ്ങൾ കിട്ടത്തില്ല, നമുക്ക് SEOയ്ക്ക് പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങളുടെ പേര് ബ്രാൻഡ് നെയിം കേൾക്കുന്ന സമയത്ത് ആൾക്കാർക്ക് മറ്റു പല ബ്രാൻഡ് നെയിമും ഓർമ്മ വരുന്നൊരു അവസ്ഥയിലേക്ക് എത്തും. അത് നിങ്ങളുടെ പരാജയമാണ്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പരാജയമാണത്. അപ്പോൾ അത് ഓർക്കുക. ആൻഡ് മറ്റൊന്ന്, എല്ലാവർക്കും ഇഷ്ടപ്പെടണം ആ പേര്. അതായത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ അഭിപ്രായം ചോദിക്കും, ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും. മേ ബി അത് മാർക്കറ്റിൽ ഒരു പൈലറ്റ് സ്റ്റഡി വരെ നടത്തും. കടകളിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് പേരാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് കുറേ സാമ്പിൾസ് എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് വരില്ല. കാരണം ഒരു വിഭാഗം ആൾക്കാർക്ക് ഇന്ന പേര് നല്ലതെന്ന് പറയും, അടുത്ത വിഭാഗം ആൾക്കാർ മറ്റേ പേരായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഇപ്പം നത്തിങ്ങും ഒപ്പം തന്നെ സാംസങ് എന്ന് പറയുന്ന ഒരു പേരും ഡെഫിനറ്റ്ലി ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? സാംസങ് എന്ന് പറയുന്ന പേര് നല്ലതാണ്, അങ്ങനെ ഒരു പേരിൽ ബ്രാൻഡ് ഇല്ലെന്ന് വിചാരിക്കും. നത്തിങ് എന്ന് പറയുന്ന പേര് ആരും ചൂസ് ചെയ്യത്തില്ല. ആപ്പിളും ഒപ്പം തന്നെ സാംസങ്ങും, ആരെങ്കിലും ആപ്പിൾ എന്ന് പറയുന്ന പേര് ചൂസ് ചെയ്യോ? ഒരു ടെക് കമ്പനിക്ക് ചൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഒരുപാട് പേര് അഭിപ്രായം ചോദിക്കുന്ന ഒരു തെറ്റല്ലേ? അതെ, ഇതിനകത്ത് പലപ്പോഴും നമ്മൾ മീനിങ് നോക്കി പോകുന്നതുകൊണ്ടാണ് പ്രശ്നം. വൺസ് നേരത്തെ പറഞ്ഞാൽ ഇത് ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ മീനിങ്ങിന് പിന്നെ അവിടെ ഒരു പ്രസക്തിയില്ല. ഇറ്റ്സ് ദ ബ്രാൻഡ്. ഇപ്പം സിജു എന്നുള്ള ജീവൻ എന്നുള്ള വാക്കിന്റെ മീനിങ് പ്രസക്തിയില്ല. ആ പേര് കേൾക്കുമ്പോൾ ആരാണ് ഓർമ്മ വരുന്നത്? ഇപ്പം സിജു രാജനെയാണോ, സിജു വിൽസനെയാണോ, അല്ലെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞ എന്നെയാണോ, വേറെ ഏതെങ്കിലും ജീവന്മാരുണ്ട്, അപ്പോൾ അവരാണോ? ഇത് ഈ ആ ഒരു പോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഈ ഒപ്പീനിയൻ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും അവരവരെ അഭിപ്രായം പറയും. അത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത്? അതിന് റീസണിങ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല.
നമ്മൾ എന്തോ ഒരു കാര്യം കേൾക്കുമ്പോൾ പോലെ TV ചർച്ചയും പോലെ ചില ആൾക്കാർ വളരെ കൃത്യമായിട്ട് റീസണിങ് വെച്ച് ലോജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, മറ്റൊരു ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് പോകും. അതുപോലെ ഇത് എന്തുകൊണ്ട് ഇയാൾ ഇത് പറഞ്ഞു എന്നുകൂടി അതിനകത്ത് ചിന്തിക്കേണ്ടതുണ്ട്. റൈറ്റ്. അതുകൊണ്ട് തന്നെ മാസങ്ങൾ അവർ വെയിറ്റ് ചെയ്തിട്ട് ഒരു പേര് കിട്ടാതെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ആയി, മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് എല്ലാം ആയി. ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കണം, പക്ഷെ അതിനുള്ള പേര് കിട്ടാതെ മാസങ്ങളോളം ഡിലേ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അത് വളരെ വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ. ഇനി മറ്റൊന്ന്, എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയണം. എല്ലാവരും ഒരേപോലെ തന്നെ ഉച്ചരിക്കണം. അതിൻ്റെ മീനിങ്ങും അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റുമായിട്ട് നേരെ കണക്ട് ചെയ്യുന്ന ഒരു മീനിങ് ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഈ ഉച്ചാരണവും മീനിങ്ങും ഈ രണ്ടും ഒരു വില്ലൻ അല്ലേ പേര് ചൂസ് ചെയ്യുന്നതിൽ? അതെ, ഓൾറെഡി നമ്മൾ ഇതിന്റെ മീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു വരും. അത് നമുക്ക് മനസ്സിൽ ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രസക്തി ഇല്ല. ഉച്ചാരണത്തിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നല്ലതാണ്, അല്ല എന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഉച്ചാരണം ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രം രജിസ്റ്റർ ആയ പല പേരുകളും ഉണ്ട്. ഇപ്പൊ നമുക്ക് ഷവോമി എന്നുള്ള സാധനം നമ്മൾ പണ്ട് വന്ന സമയത്ത് എല്ലാവരും എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്ന ഓർമ്മയുണ്ട്. ഷിവോമി, ഷവോമി എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അത് ഇപ്പോഴും പ്രൊണൗൺസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദെൻ ഹുവാവൈ എന്ന് പറയുന്ന സാധനം ശരിക്കും അത് വാവൈ എന്നാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ഇപ്പോഴും ഹുവാവൈ, ഹുവൈ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്. ഹുണ്ടായി എന്ന് പറയുന്ന പേര് ശരിക്കും അത് ഹുണ്ടേ, ബട്ട് സ്റ്റിൽ നമ്മൾ ഹുണ്ടായി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയുള്ളൂ. ഹുണ്ടയുടെ ഷോറൂം അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹുണ്ടയോ എന്ത് ഹുണ്ടയോ ചോദിക്കും. അപ്പം അത്തരത്തിലുള്ള പ്രൊണൗൺസിയേഷൻ പ്രശ്നങ്ങൾ ഓരോ കമ്മ്യൂണിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഡെമോഗ്രാഫിക്ക് അനുസരിച്ച് മാറും. ഇപ്പം നമ്മൾ ഇവിടെ ഭയങ്കരമായിട്ട് പറയുന്നൊരു പേരെന്ന് വിചാരിക്കുക, ഒരു നിറപറ. ഇത് സായിപ്പിനെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല പുള്ളി പ്രൊണൗൺസ് ചെയ്യുക. അപ്പം പക്ഷെ അത് വേൾഡ് വൈഡിൽ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുള്ളവർക്ക് അപ്പം ഇതൊരു പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല ശരിക്കും പറഞ്ഞാല്. പക്ഷെ അത്യാവശ്യം താളത്തിൽ പറയാൻ പറ്റുന്ന പേരാണെങ്കിൽ നല്ലത്, ഗുഡ്, നല്ലത്, അത്രേ പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു നല്ലൊരു പേരിലേക്ക് റീച്ച് ചെയ്യാൻ കഴിയാത്തത്. അപ്പം പേരെന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് എപ്പോൾ അത് ട്രേഡ് മാർക്കിലേക്ക് വരുന്ന സമയത്ത്, അത് ഡൊമൈനിലേക്ക് വരുന്ന സമയത്ത്, ആ പേരിൽ മറ്റൊരു കമ്പനിയും ലോകത്തില്ലാതിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ളൊരു പേരാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ അതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നെയിം. നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുമ്പോൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 10 സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും 10 പേര്. 10 പേർക്കും അതിൽ ഓരോ പേരുകളായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും പേരിലേക്ക് റീച്ച് ചെയ്യാൻ കഴിയത്തില്ല. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. പേര് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സിജു ഒരു നല്ല പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുമോ? ഒരിക്കലും ഇല്ല. അത്രയും ചിന്തിച്ചാൽ ആൾക്കാർ. റൈറ്റ്. സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളെ പേരിൻ്റെ കാര്യത്തിലേക്ക് എൻട്രി ചെയ്യുക. അല്ലാതെ നമുക്ക് ഈ പഴയതുപോലെയൊന്നും അല്ല, പണ്ടത്തെ ഒരു സമയമല്ല. ഒരു 20 വർഷം മുമ്പൊക്കെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പേര് നിങ്ങൾക്ക് കിട്ടും. ഇന്ന് അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ ഒരു വേർഡ് പോലും നിങ്ങൾക്ക് ഒന്ന് ഡൊമൈന് കിട്ടത്തില്ല, മറ്റൊന്ന് ട്രേഡ് മാർക്കും കിട്ടത്തില്ല. എവിടെയെങ്കിലും ഒരു കമ്പനി ഓൾറെഡി ഉണ്ടാവും, അതിനോടൊപ്പം നിങ്ങൾ ന്യൂന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷെന്നോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രിഫിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സഫിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല, ട്രേഡ് മാർക്ക് കിട്ടത്തില്ല. ഒപ്പം തന്നെ അത് ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും കഴിയത്തില്ല. ഇത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പേരിലേക്ക് എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പേര് നോക്കുന്നത് ഒരു അബദ്ധമാണെന്നേ ഞങ്ങൾ പറയത്തുള്ളൂ. കാരണം ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, പല ഓൺട്രപ്രണേഴ്സും ഫേസ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീട്ടിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്, ആൻഡ് ജീവൻ സൈനിങ് ഓഫ്. ബൈ. ഒരു ലോഗോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു പാക്കേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ബ്രാൻഡ് എന്നാൽ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ ഒരു വ്യക്തി കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ഇമോഷനാണ്. ഈ ഇമോഷനെ ബേസ് ചെയ്തിട്ടാവണം ലോഗോവും വെബ്സൈറ്റും പാക്കേജ് ഡിസൈനും കോണ്ടന്റും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ലോങ് റണ്ണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കും ഒരു ബ്രാൻഡ് നിർമ്മിക്കാം.